വാൽവട്രോണിക്കിൻ്റെ റിമോട്ട് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണ്ട കാലെടുത്തേ ബ്രോ. ഇതാണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ട്. ഇനി കേട്ടോണേ, കാലെടുത്തേ. ഈ ഒരു ഹമ്മർ ലൈറ്റ്സ് നമ്മുടെ ഈ വെർണയുടെ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലിക്കർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ബ്രോ അതുകൊണ്ട് ഈ എക്സോസ്റ്റ് ടിപ്പ് ഏതൊക്കെ വണ്ടിയിൽ വെക്കാൻ പറ്റുമെന്ന്. What's up guys, it's me Rohith and welcome back to another vlog. Guys, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ കാണിക്കാൻ വെച്ചാൽ ഒരു കിഡിലെ രീതിക്ക് ഇതാണ്ട മോഡിഫൈ ചെയ്ത് ഇറക്കിയ ഒരു വെർണയാണ്. നിങ്ങളെ ഫ്രണ്ടിലൊക്കെ നോക്കി നമ്മൾ ഹമ്മർ ലൈറ്റ്സ് തുടങ്ങി ഒരുപാട് സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കാർ ആൻഡ് ബൈക്ക് മോഡിഫിക്കേഷൻ റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല വേറെയും കുറച്ച് കിഡിലൻ പ്രോജക്ട്സ് ലോഡിങ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കിഡിലൻ 360 ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. സോ വെച്ച് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോട്ടം കയറാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ബമ്പർ സെക്ഷൻ നോക്കി. ഈ ഒരു ബമ്പർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗൈസ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ബമ്പർ സെക്ഷനാണ്. അതിനകത്ത് ആദ്യം തന്നെ അത് ഈ ഒരു പോർഷൻ കണ്ട്, ഈ ഒരു പോർഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ്നെസ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഹമ്മർ ലൈറ്റ്സ് ആണ്. ഈ ഒരു ഹമ്മർ ലൈറ്റ്സ് നമ്മുടെ ഈ വെർണയുടെ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ഡോട്ട് LED ലൈറ്റ്സ് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് കണ്ട ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അന്നേരം തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൽ കിട്ടുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ ലെവലാണ് ഗൈസ്. ഫ്രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആക്ച്വലി ആ ഗ്രില്ലെല്ലാം റിമൂവ് ചെയ്തിട്ട് കണ്ട നമ്മൾ കംപ്ലീറ്റ് ഒരു മെഷ് ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കാണ് ആ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൽ ആ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഫുൾ കസ്റ്റം മെയ്ഡ് ബമ്പറാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രണ്ട് സ്പ്ലിറ്ററും അതുപോലെ തന്നെ സ്പ്ലിറ്റർ സ്റ്റേയും നമ്മൾ ഈ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പോരാ, ഞാൻ ഇപ്പം ദൂരെ നിന്ന് ഈ ഒരു ബ്ലാക്ക് കളറിലെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഈ ഒരു വണ്ടി നിങ്ങൾ നേരിട്ട് കാണാം. ലുക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ഇഷ്ടമുള്ള ആർക്കും പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകുന്നൊരു കിഡിലം ലുക്കിലാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത്. ഹെഡ് ലാമ്പ് സെക്ഷൻ കണ്ട്, ഈ ഹെഡ് ലാമ്പ് സെക്ഷൻ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് മെയിൻ ആ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണ്ട ഹമ്മർ ലൈറ്റിൻ്റെ ആണ് ഇത്രയും കിഡിലെ ലുക്ക് നമ്മുടെ വെർണയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ അലോയ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫോജിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 17 ഇഞ്ച് അലോയ് വീൽസാണ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാണ്ട ആ ഒരു കസ്റ്റം വീൽ നട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താണ്ട ബ്രെംബോർഡ് ഒരു ബ്രേക്ക് കാലിബർ കവർ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്കൊരു ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കാറും കൂടാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കി അത്യാവശ്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോഴും ഉണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാ ഗ്ലാസും താണ്ട അത്യാവശ്യം ചെറിയൊരു രീതിക്ക് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് ടിൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ചെറിയൊരു ടിൻറ്റ് നമ്മൾ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ 4 സൈഡിൽ നമ്മൾ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കി നമ്മളിതെല്ലാം സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കേട്ടോ ഇവിടെ കറക്റ്റ് ഈ ഒരു സെക്ഷനിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. സൈഡിലെല്ലാം നമ്മൾ സ്കേർട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടെയിലൈറ്റ് സെക്ഷൻ കണ്ട്, ഈ ടെയിലൈറ്റ് സെക്ഷനും എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ കുറച്ച് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബമ്പർ ഉണ്ട്, ഈ ഒരു ബമ്പർ ആക്ച്വലി കസ്റ്റം മെയ്ഡ് ബമ്പറാണ്. അതിൻ്റെ താഴെ തന്നെ നമ്മളൊരു ഫ്ലിക്കർ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താണ്ട LED റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് നമ്മൾ വാൽവട്രോണിക് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റിമോട്ട് എക്സോസ്റ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിലേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെങ്കിൽ ഇൻറ്റീരിയറിലൊന്നും നമ്മൾ വേറെ പ്രത്യേകിച്ച് അധികം ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സീറ്റ് കവറും അങ്ങനെ മാത്രമേ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ബ്രോ അതുകൊണ്ട് ഈ എക്സോസ്റ്റ് ടിപ്പ് ഏതൊക്കെ വണ്ടിയിൽ വെക്കാൻ പറ്റുമെന്ന്. ആക്ച്വലി നമ്മളിപ്പോൾ എന്താണ്ട് വെർണയ്ക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വാൽവട്രോണിക്കിൻ്റെ റിമോട്ട് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. വേണ്ട കാലെടുത്തേ ബ്രോ. ഇതാണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ട്. ഇനി കേട്ടോണേ, കാലെടുത്തേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് കേട്ടല്ലോ, സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഈ സൗണ്ട് എന്ന് വെച്ചാൽ കിടിലോ. ആക്ച്വലി ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനൊരു ഭംഗിയുള്ളൊരു ബാസ് സൗണ്ടാണ്. ലൈക്ക് അല്ലാതെ ഈ കാണുന്ന കണക്ക് പൊട്ടിപ്പ് നമുക്കൊരുമാതിരി ചെവി വേദന എടുക്കുന്ന കണക്കത്തല്ല, നല്ല ക്ലിയർ നല്ലൊരു ബാസ് ബൂസ്റ്റ് കൊടുക്കുന്നതും ആ ഒരു വണ്ടിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കുന്നതും ഒരു സൗണ്ടാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് കണ്ട ഏത് മോഡിഫിക്കേഷൻസും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ളൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പ് താണ്ട 02 ആണ്. ഒബ്വിയസ്ലി നമ്മൾ ഫ്രണ്ടിൽ താണ്ട അതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഏത് ടൈപ്പ് ഓൾട്ടറേഷൻ ആണെങ്കിലും മോഡിഫിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വരാൻ വയ്യെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് നമ്മൾ തന്നെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.